പ്രിയങ്ക ഗാന്ധി മത്സരിക്കാനെത്തുന്നതോടെ വയനാട് വീണ്ടും ദേശീയ ശ്രദ്ധ ആകർഷിക്കുകയാണ്. UDF ക്യാമ്പും വലിയ ആവേശത്തിലാണ്. UDFന്റെ ഉറച്ച സീറ്റിൽ രാഹുലിന്റെ ഭൂരിപക്ഷം പ്രിയങ്ക മറികടക്കുമെന്നാണ് നേതാക്കളുടെ അവകാശവാദം. വിവരങ്ങളുമായി കമൽ ചേരുന്നു. കമൽ, ഗുഡ് മോർണിംഗ്. അങ്ങനെ വയനാട് മറ്റൊരു മാറ്റം കൂടി സംഭവിക്കുകയാണ്. നേരത്തെ കൂട്ടി പ്രതീക്ഷിച്ചിരുന്നതാണ്, എല്ലാവരും പറഞ്ഞതാണ്, ചർച്ചയുണ്ടായിരുന്നു, ശരിയാണ്. അപ്പോഴും എന്തുകൊണ്ട്, എങ്ങനെ, ആര്, ഇതൊന്നും വ്യക്തമായിരുന്നില്ല. കുറച്ച് ദിവസങ്ങളായി അതങ്ങനെ വ്യക്തതയിലേക്ക് വന്നു. അപ്പോൾ പ്രിയങ്ക ഗാന്ധിക്ക് ഈ പറഞ്ഞ ഭൂരിപക്ഷം ലഭിക്കാനുള്ള, അല്ലെങ്കിൽ രാഹുലിന്റെ ഭൂരിപക്ഷം മറികടക്കാനുള്ള ഒരു സാഹചര്യം ഉള്ളതായി നമുക്ക് രാഷ്ട്രീയപരമായി വിലയിരുത്താമോ? ഗുഡ് മോർണിംഗ്. എന്തായാലും ഞങ്ങളെ വെറുതെ ഇരുത്താൻ ആരും ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളതാണ്. പണി തുടങ്ങി വീണ്ടും. പിന്നെ രാഷ്ട്രീയം പറയുകയാണെങ്കിൽ എന്തായാലും വയനാട് ലോക്സഭാ മണ്ഡലം UDFന്റെ ഒരു കോട്ടയാണ്. രാഹുൽ ഗാന്ധിക്ക് ആദ്യത്തെ തവണ 4 ലക്ഷത്തിന് മുകളിൽ ഭൂരിപക്ഷം, ഇത്തവണയും അതിൽ വലിയൊരു കുറവ് വന്നു എന്ന് പറയാനാകില്ല. അതുകൊണ്ട് തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ വിജയത്തെക്കുറിച്ച് സംശയമൊന്നുമില്ല. പക്ഷേ ഭൂരിപക്ഷം കൂടുമോ കുറയുമോ എന്നതാണ്. കുറെ അനുകൂല സാഹചര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസ് ദേശീയ തലത്തിൽ കൂടുതൽ പ്രസക്തമായിരിക്കുന്നു. 100 സീറ്റോളം നേടിയിരിക്കുന്നു. ഇന്ത്യ മുന്നണി ഈ തവണ അല്ലെങ്കിൽ അടുത്ത തവണയെങ്കിലും ഒരു സാധ്യതയിലേക്ക് വരുന്നു. അത്തരത്തിൽ അനുകൂലമായ ഒരു സാഹചര്യം രാഷ്ട്രീയമായി കോൺഗ്രസിനുള്ളത് ഈ ഭൂരിപക്ഷം കൂട്ടാനുള്ള ഒരു കാരണമായേക്കാം. അതുപോലെ പ്രിയങ്ക ഗാന്ധി, സ്ത്രീകളുടെ വോട്ടുകൾ കൂടുതൽ, പ്രിയങ്ക ഗാന്ധിയോടുള്ള ഒരു സ്നേഹം, അവരോട് വ്യക്തിപരമായുള്ള ഒരു സ്നേഹം, അതൊക്കെ സ്ത്രീകളുടെ വോട്ടൊക്കെ കൂടുതൽ കിട്ടാനുള്ള ഒരു സാധ്യത ഉണ്ട്. അതൊക്കെയാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. ആ തരത്തിൽ അവരുടെ ഭൂരിപക്ഷം കൂടും എന്ന വിലയിരുത്തലിലാണ് UDF ക്യാമ്പ്. LDFൽ നിന്ന് കാര്യമായ പ്രതികരണം വന്നിട്ടില്ല. പക്ഷെ LDFനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ അത്രയും കഠിനാധ്വാനം ചെയ്തിരുന്നു. അത്രയും മികച്ച രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയിട്ടും അവരുടെ വോട്ട് വിഹിതത്തിൽ വലിയൊരു വർധനവ് ഉണ്ടായില്ല. 1% മാത്രമാണ് കഴിഞ്ഞ 2019 LDFന് വയനാട് മണ്ഡലത്തിൽ വോട്ട് കൂടിയത്. അതുകൊണ്ട് തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷത്തെക്കാൾ കുറയ്ക്കാൻ എത്രത്തോളം കഴിയുമെന്ന കാര്യത്തിൽ സംശയമുണ്ട്. എന്തായാലും ആദ്യം പറഞ്ഞതുപോലെ വയനാട് വീണ്ടും ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്നു. പ്രിയങ്ക ഗാന്ധിയുടെ കന്നി അംഗം വയനാടിന്റെ മണ്ണിലാണ്. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് ഈ പ്രദേശം മാറുന്നു.